സർ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് CPM തന്നെ പ്രതിരോധാർത്ഥത്തിലാക്കുന്ന കാര്യങ്ങളാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. SIT പറയുന്നത് പത്മകുമാറാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത്. അതായത് പത്മകുമാറാണ് ഈ പാളി കൊടുക്കാൻ നീക്കം നടത്തിയത്. പത്മകുമാറാണ് ഇന്നലത്തെ ഇടിച്ചു പിഴിഞ്ഞിൽ കിട്ടിയതാണ് SITക്ക്. മാത്രമല്ല ഇതിന്റെ അപേക്ഷ ബോർഡിൽ വച്ചതും പത്മകുമാറാണ്. അതുകൊണ്ട് ഇപ്പൊ മുഖം രക്ഷിക്കാൻ വേണ്ടി CPM പത്മകുമാറിനെ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നു, പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ഇത്രയും കാലമായിട്ട് CPM അറിഞ്ഞില്ല ഇതൊക്കെ ചെയ്തത് പത്മകുമാറാണെന്ന്. അതോ അറിഞ്ഞിട്ട് മറച്ചു വെച്ചിട്ട് പത്മകുമാറിനെ രക്ഷിച്ചതാണോ? പത്മകുമാർ ഈ അടിച്ചു മാറ്റിയെന്ന് എന്തെങ്കിലും പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ ഒരു മുഖം രക്ഷിക്കാനുള്ള ധൃതി പിടിച്ച നീക്കങ്ങൾ നടത്തുന്നത്? കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അദ്ദേഹം പാർട്ടി ഒരു തരത്തിൽ ഈ കേസിൽ അദ്ദേഹത്തെ സഹായിക്കാൻ പോവില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ ഉള്ള തീരുമാനം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പാർട്ടിയിൽ തന്നെ നിർത്തിയിരിക്കുക. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. പണ്ടത്തെ CPSU പോലെ അതിലൊരു സ്ഥാനമുണ്ടെങ്കിൽ, ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിൽ അവനെ പാർട്ടി കേഡറുകൾ മാത്രമല്ല പോലീസും പട്ടാളവും മുഴുവൻ പേരും സല്യൂട്ട് ചെയ്യും. അത്ര വലിയൊരു സ്ഥാനമാണത്. ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സ്ഥാനമൊന്നുമല്ല. ലോക്കൽ കമ്മിറ്റി അംഗത്തിന് പോലും ബഹുമാന്യതയുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് പോലും ബഹുമാന്യതയുണ്ട്. അമ്പട ഞാനെന്നും പറഞ്ഞാൽ അവരൊക്കെ നടക്കുന്നത് ഇപ്പോൾ പാർട്ടിയിൽ. പണ്ടത്തെ പാർട്ടി അല്ല ഇത്. കക്ഷത്തി ഡയറിയും വെച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടിയല്ല. ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്ന ആ നേതാക്കളാണിപ്പോൾ ലോക്കൽ ലെവലിൽ ബ്രാഞ്ച് ലെവൽ വരെയുള്ളത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ ബഹുമാന്യമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പോലീസിലൊക്കെ അങ്ങോട്ട് ചെന്നാൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ സഖാക്കളല്ലേ കൂടുതലും ഉള്ളത്. പിന്നെ പച്ച വെളിച്ചവും കൂടെ. പിന്നെ ഇദ്ദേഹം അല്ലേ പറഞ്ഞത് ഞാൻ SDPIയിലേക്ക് പോകുന്നു പറഞ്ഞതാണ്. പച്ച വെളിച്ചത്തിൻ്റെ ആ വെളിച്ചം നല്ലപോലെ കിട്ടും ഇദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഇദ്ദേഹം PFലേക്ക് പോകുമായിരുന്നു നല്ലത്. കാരണം PF നിരോധിത പാർട്ടിയാണല്ലോ. ആ നിരോധിച്ച പാർട്ടിയിലെ ആളുകളെല്ലാം ഇപ്പോൾ CPM ചേക്കേറിയിട്ടുണ്ട്. അങ്ങ് ആലപ്പുഴ മുതൽ മലബാർ വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈസി ആയിട്ട്. അപ്പോൾ പകല് ഇങ്ങനെ PFും രാത്രി CPM, അല്ലെങ്കിൽ നേരെ തിരിച്ച് പകല് CPM ആയിട്ട് രാത്രി PFന്റെ പണികളും ചെയ്തുകൊണ്ടിരിക്കും. എന്തൊരു സ്നേഹം! SDPI എന്ന് പറയുന്നത്, PF എന്ന് പറയുന്നത് ഒരു സ്വയം സന്നദ്ധ സേവക സംഘടനയാണല്ലോ. മറ്റേ അതിൻ്റെ രാഷ്ട്രീയ രൂപമാണ്. അതാണ് വ്യത്യാസം. രണ്ടും തമ്മിൽ അഭിന്നമാണ്, അഭേദമാണ്. മനസ്സിലായി? രണ്ടും എല്ലാം ഒന്ന് തന്നെ. ഒന്നായി നിന്നേഹ രണ്ടെന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ മനസ്ഥിതി എന്തു വന്നാലും BJPയിൽ ഞാൻ പോവില്ല എന്നുള്ളൊരു വാശിയൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ പോലീസിൽ ചെല്ലുമ്പോൾ രണ്ട് വശത്തൊന്നും CPM പോലീസുകാരിൽ നിന്നും, അതായത് അവരുടെ അസോസിയേഷൻ്റെ ആൾക്കാരിൽ നിന്നും, അതുപോലെ തന്നെ പഴയ ഈ പച്ച വെളിച്ചമെന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് നല്ല സംരക്ഷണവും പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ വാത്സല്യവും ഒക്കെ കിട്ടും. ഒന്നിനും ഒരു പഞ്ഞവും. അതിന്റെ ചിരിയായിരിക്കും അദ്ദേഹം ചിരിച്ചത്. അല്ല, SIT ആവുമ്പോഴേ സാർ, SIT ഇടിച്ചു പിടിയില്ലേ? ഈ തൂക്കിയിട്ട് കഴുത്തിങ്ങനെ തൂക്കിയിട്ട് കിടത്തുക, ഉറങ്ങാതെ ഇരുത്തുക, അതൊന്നും ഇപ്പൊ ഇല്ല. അല്ലാതെ തന്നെ പപ്പ കൈ ഓങ്ങുമ്പോൾ തന്നെ പറയുമായിരിക്കും. അതൊന്നും ചെയ്യില്ല. അത് CBI വന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതങ്ങനൊന്നും സംഭവിക്കില്ല. മറ്റേ NIAയുടെ ആണെങ്കിൽ അതിശാസ്ത്രീയമായിട്ട് അവന്റെ ഹരിശ്രീ പഠിച്ച ആശാമ്പള്ളിക്കൂടം മുതലുള്ള സകല റെക്കോർഡുകളും വെച്ചുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അണ്ടവിളകി പോകും. അതുപോലത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതൊന്നും കുഴപ്പമില്ല. ഇവര് പപ്പന്റെ വീടൊക്കെ ഭക്തർ വളയുന്നു. ആ റോഡെല്ലാം അങ്ങ് അടച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുക. പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുക വീടിന്. പാർട്ടി ഓഫീസ് കത്തിക്കുമെന്നാ ജനം പറയുന്നത്, ഭക്തർ പറയുന്നത്. കട്ടൗണ്ട് പോയിട്ട് ഇതുവരെ കൂടെ നിർത്തി സംരക്ഷിച്ച നിന്റെയൊക്കെ പാർട്ടി ഓഫീസ് കത്തിക്കുമെന്ന്. ഇന്നലെ ഒരാൾ പറഞ്ഞേക്കുന്നത് ഈ AKG സെന്റർ ഇത്രയും വലിയ കെട്ടിടമൊക്കെ പണിഞ്ഞത് ശബരിമല അയ്യപ്പന്റെ പണം കൊണ്ടാണോ എന്നും കൂടി അന്വേഷിക്കണമെന്ന്. ഇത് സംഭവിച്ചേനെ പത്മകുമാറിന്റെ വീട് കത്തിച്ചേനെ. അദ്ദേഹം SDPI പോകുന്ന പറഞ്ഞു. BJPയിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കത്തിച്ചേനെ. ഇപ്പൊ CPMകാർ തന്നെ കത്തിച്ചേനെ. അയ്യോ, ദൈവാധീനം പോലെ അങ്ങനെ സംഭവിച്ചില്ല. അല്ലെങ്കിൽ യാതൊരു സംരക്ഷണവും കിട്ടുകയില്ല. അതെ, കത്തിക്കും. ഒരു സംശയവും വേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അല്ല സാർ, ഒരു കാര്യം, ഈ റൂട്ട് പോയി അവസാനം പപ്പൻ പറഞ്ഞ ദൈവം പിണറായിലേക്ക് എത്തുമോ? എന്റെ ദൈവം പിണറായി എന്നാണ് പപ്പൻ പറയുന്നത്. ആ ദൈവത്തിലേക്ക് എത്തുന്നു ആണല്ലോ. ആ മന്ത്രിസഭയുടെ ആരായിരുന്നു മുഖ്യമന്ത്രി? കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിക്ക് ഇതിൽ കൂട്ടുത്തരവാദിത്വമല്ലേ? മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വത്തിലാണല്ലോ ഇത് നടക്കുന്നത്. ശ്രദ്ധിക്കണ്ടേ? കേരളത്തിലെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു കുശിനിയായിട്ടുള്ള ക്ഷേത്രമല്ലല്ലോ. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനേക്കാളും എന്തായാലും പ്രാധാന്യമുണ്ടല്ലോ. അങ്ങനെ ക്ഷേത്രമല്ലേ. ദേവസ്വം മന്ത്രിക്ക് എന്തായിരുന്നു പണി? ദേവസ്വം മന്ത്രിയുടെ പണിയെ സഹായിച്ചിരുന്ന ആരാണ്? അല്ല, എനിക്ക് മനസ്സിലാവാൻ ചെയ്യും. ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന് എന്തോ പണി? അവിടെ പോയി നിന്ന് ശബരിമല ശാസ്താവിൻ്റെ സന്നിധാനത്തിൽ പോയിട്ട് VIP വരുമ്പോഴും പ്രസിഡന്റിനെ പോലെ
വരുമ്പോഴും അതുപോലെ തന്നെ ഈ മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി നട തുറക്കുമ്പോഴും അവിടെ പോയി പുറകെ കൈയും കെട്ടി നിന്ന് ശകുനപ്പഴയായിട്ട് നിൽക്കുക അശ്രീകരമായിട്ട് നിൽക്കുക എന്നുള്ളതാണോ അവരുടെ ഉത്തരവാദിത്വം? ഇത് മാത്രമേ ഉള്ളൂ പണി. ഫയൽ വരുന്നില്ല, പറയുന്നില്ല, ഒന്നുമില്ല, പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്വം പിന്നെന്ത്? എന്ത് തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ പിന്നെ എന്തിനാ ആ ഒരു വകുപ്പ് എടുത്ത് മാറ്റിക്കൂടെ? അതെ, അങ്ങനെ ഒരു വകുപ്പ് എന്തിനാ? ഹിന്ദുക്കൾക്ക് മാത്രം എന്തിനാ സാർ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ്? എന്താ ഹിന്ദുക്കളിൽ ആളില്ലേ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പിന്നെ സംരക്ഷിക്കാനും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും വരവ് ചെലവുകൾ നോക്കാനും? അതിനൊരു ഓഡിറ്റ് വെച്ചാ പോരെ? മറ്റ് പിന്നെ മതാചാര സ്ഥാപനങ്ങൾ പോലെ ഈ ഹിന്ദുക്കൾക്ക് മാത്രം എന്തിനാ ഒരു ദേവസ്വം ബോർഡ്? അതും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരു ദേവസ്വം ബോർഡ്. പിന്നെ അത്തരത്തിൽ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ നടത്താൻ ഒരാൾ വിശ്വാസമുള്ള ഭക്തനാണെങ്കിൽ ഒരു പൂ പോലും അമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് തിരിച്ചിറക്കുമ്പോൾ നമുക്കൊരു ഭയമായിരിക്കും. നമ്മൾ തിരിച്ചുകൊണ്ടിട്ടിട്ടാണ് വരുന്നത്. കാരണം ഇനി ദൈവത്തിന്റെ പൂവാണ്, ഇത് എടുത്തോണ്ട് പോയ വല്ല പ്രശ്നം. ഒരു പൂവ് അതുപോലെ നമുക്ക് ഭയമാണ്. ഒരു ഇല പറിക്കാൻ പോലും നമുക്ക് പേടിയാണ്. അത് ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നതാണ് എന്നുള്ളത്. ഇത് ദൈവത്തിന്റെ വാതില് അയ്യപ്പനെ തന്നെ കടൽ കടത്തിയെന്നാണ് പലരും പറയുന്നത്. അന്താരാഷ്ട്ര റാക്കറ്റ് ഒക്കെ അയ്യപ്പനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവന്റെയൊക്കെ 100 തലമുറ ആ പാപത്തിൽ നിന്ന് മുക്തരാകില്ല എന്നുള്ളതാണ്. കടകംപള്ളി പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണെന്ന്. മനസ്സിലായോ അതിൻ്റെ അർത്ഥം എന്തുവാണെന്ന്? ദേവസ്വം മന്ത്രിക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വമല്ല. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് ആരോപണങ്ങളുണ്ട്. മലബാർ ദേവസ്വത്തിൻ്റെ പിന്നെ പ്രസിഡന്റിനോട് ചോദിച്ചു, ആയിരക്കണക്കിന് ഏക്കർ വസ്തു അവർക്ക് നഷ്ടമായിട്ടുണ്ട്, നിങ്ങൾ എന്താ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ വകുപ്പല്ല, റവന്യൂവിൻ്റെ വകുപ്പ്. ഇവന്റെയൊക്കെ വകുപ്പ് പിന്നെ എന്ത് കാര്യത്തിനാണ് അവിടെ ഇരിക്കുന്ന? പുട്ടുമടിച്ചും കൊണ്ട് അവിടെ ഇരിക്കുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കണേ പിന്നെ എന്തിനാ ദേവസ്വം മന്ത്രി? എന്താ ദേവസ്വം മന്ത്രിയുടെ ജോലി? സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുക. പിന്നെ അതാ ഞാൻ ചോദിക്കുന്നത്, ഈ 5 ദിവസങ്ങളും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് പറയാനാണോ ഈ മന്ത്രി? അതെ, എനിക്ക് മനസ്സിലാവുന്നില്ലത്. അങ്ങനെ ഒരു പോസ്റ്റ് വേണ്ടല്ലോ ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വേണ്ടല്ലോ. അവരെങ്ങ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണെങ്കിൽ ദേവസ്വം വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് അല്ലെങ്കിൽ എത്ര പേര് ഉദ്യോഗസ്ഥന്മാരെ ഒഴിവാക്കാൻ പറ്റും അതിൽ നിന്ന്? അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫിനെ ഒഴിവാക്കാൻ പറ്റും. ഒരു മന്ത്രിസ്ഥാനം കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? എന്തിനു പിന്നെ വകുപ്പ്? എന്നാ വകുപ്പിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മന്ത്രി പറയൂ. അത് പറയുന്നില്ല. ഉത്തരവാദിത്വം അടിച്ചു മാറ്റൽ, മറ്റവർ അടിച്ചു മാറ്റിയിരുന്നത് കൊണ്ട് കൊടുക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, ഇതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ ഉത്തരവാദിത്വം ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാറൊരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നിട്ട് റിട്ടയർഡ് ആയ ഒരാളാണ്. ആ പോസ്റ്റിൽ സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്രമായി പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ട് സാർ അവിടെ നോക്കൂത്തിയായി ഇരിക്കുന്നത് പോലെയല്ലേ ഇപ്പോൾ കടകംപള്ളി പറയുന്നതിന്റെ ഉദ്ദേശം? കടകംപള്ളി അപ്പോൾ നോക്കൂത്തിയായ ഒരു മന്ത്രിയാണോ? അതെ, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ വെറും വലിയൊരു പൂജ്യം. ദേവസ്വം ബോർഡല്ല, ദേവസ്വം വകുപ്പ്. ദേവസ്വം മന്ത്രിമാരും ഏത് മന്ത്രി വന്നാലും, ഇപ്പൊ ശിവകുമാർ ആയാലും കടകംപള്ളി ആയാലും വാസവൻ ആയാലും ഇനി രാധാകൃഷ്ണൻ ആണെങ്കിലും ഏവനായാലും ഇത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തം, ഞങ്ങൾ തൊട്ടിട്ടില്ല. കൈ നനയാതെ മീൻ പിടിക്കുക, അതാണ് മെയിൻ പോയിന്റ്.